വല്ല ആവശ്യമുണ്ട് ഈ ഒരു മനുഷ്യന് വല്ല ആവശ്യമുണ്ട് വഴിയെ പോയ വയ്യാവേലെടുത്ത് തലയിൽ വെക്കേണ്ട വല്ല ആവശ്യമുണ്ട് അന്നത്തെ ഒരു അവസ്ഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ മോദി സർക്കാരാണോ അത് ഈ കാന്തപുരസ്ഥാണോ ഈ ഒരു വ്യക്തി നിമിഷപ്രിയ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇറക്കിയെന്ന് പറഞ്ഞാൽ ആകെ കുറെ നായ്ക്കൾ പരസ്പരം കിടന്ന് വെറുതെ കിടന്ന് പോരെടുത്ത് എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇപ്പൊ രണ്ടുപേര് ഇറക്കിയാലും ഒരു മനുഷ്യ ജീവനാണ് ഒരു മനുഷ്യത്തിന്റെ പേരിലാണ് ഈ രണ്ടുപേരും ഇടപെട്ടത്. നമ്മുടെ സുപ്രീം കോടതി തന്നെ പറഞ്ഞു അവരെ മാക്സിമം എഫേർട്ട് ഇട്ടിട്ട് നടന്നില്ല എന്നുള്ള രീതിക്ക് കൈ ഒഴിഞ്ഞൊരു സംഭവം മണിക്കൂറുകൾ നീണ്ടു നിൽക്കുക. 16-ാം തീയതി തൂക്കുമരത്തിലേക്ക് പോകേണ്ട ഒരു വ്യക്തിയെ മോചിതയാക്കിയത് ഈ ഒരു മനുഷ്യന്റെ കരങ്ങളാണെന്നുള്ളത് യമനിൽ നിന്നുള്ള ന്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ പറയുക ഇന്റർനാഷണൽ ന്യൂസ് ആണെങ്കിലും അത് പറയുന്നുണ്ട്. എന്നാൽ വിശ്വസിക്കേണ്ട കള്ളമാണെന്ന് വിശ്വസിച്ച് എന്തിനാ അദ്ദേഹത്തിന് പിന്നാലെ കുറച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ ആക്രമിക്കാൻ പോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു മനുഷ്യൻ അദ്ദേഹം ശരിയാണ് ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് ആണും പെണ്ണും സംസാരിക്കുന്നത് ഇഷ്ടമല്ല അല്ലെങ്കിൽ സൂമ്പ പോലുള്ള പരിപാടികൾ അങ്ങനെ പല കാര്യങ്ങളും അത് ഇസ്ലാംപരമായിട്ട് അദ്ദേഹം പറഞ്ഞു അത് സ്വീകരിക്കേണ്ട ഒരു ഇസ്ലാമിലുള്ളവർ വരെ സ്വീകരിക്കേണ്ടവർ സ്വീകരിക്കേണ്ടാത്തവർ സ്വീകരിക്കേണ്ട അത് തള്ളിക്കളഞ്ഞോളി അത്രേ ഉള്ളൂ. അതിന് ഒരു മനുഷ്യന്റെ ഒരു പ്രായത്തെ ബഹുമാനിച്ചെങ്കിലും അദ്ദേഹത്തിന് ചെറിയൊരു റെസ്പെക്ട് എങ്കിലും ഒരു ബഹുമാനമെങ്കിലും കൊടുത്താൽ മതി. അത്രേ ചെയ്യുള്ളൂ. ഒരു മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ സത്യം നിങ്ങൾ ആരും ആലോചിച്ച് നോക്കി. ഞാനൊക്കെ ആഗ്രഹിക്കാത്തവരായിരിക്കും ഒരു പക്ഷേ നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളൊന്നും വിചാരിക്കാത്തവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ രക്ഷകരായിട്ട് നാളെ നമുക്ക് താങ്ങായിട്ട് വരുന്നത് എന്നുള്ള ഏറ്റവും ഇതിപ്പോൾ അദ്ദേഹത്തിന് മതത്തിലുള്ള ഒരു വ്യക്തി കൂടിയല്ല നിമിഷപ്രിയ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇത് ഈ ഒരു ആക്രമണം ഏറ്റെടുക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് ഒരു മൂലക്കിരുന്ന അത് അവരായി അവർ ഇന്ത്യൻ ഗവൺമെന്റ് ആയി പറഞ്ഞ് മാറി നിന്നാൽ പോരെ. അദ്ദേഹം അതിലേക്ക് ഇടപെട്ട് അതിന്റെ മാക്സിമം അദ്ദേഹത്തിന്റെ എഫേർട്ട് ഇട്ട് അദ്ദേഹത്തിന്റെ ബന്ധം വെച്ചിട്ട് അതിൽ നിന്ന് ഒഴിവാക്കി. അപ്പൊ അദ്ദേഹം കുറ്റക്കാരനായി. കുറെ നായ്ക്കൾ എന്താണ് അവസ്ഥ? ഒരു ജീവൻ രക്ഷിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയത് ആട്ടും തുപ്പുന്ന പറയാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്കാണ് എല്ലാവരും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ മാക്സിമം ആൾക്കാർ ഉണ്ടല്ലോ കുറെ ഒരു വിഭാഗക്കാർ വന്ന് അദ്ദേഹത്തിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുക. എന്ത് കാര്യത്തിന്? ഇനിയിപ്പോൾ ആയിക്കോട്ടെ ഞാൻ പറയുന്നത് മോദി സർക്കാരാണ് ഗവൺമെന്റ് ആണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് തന്നെയാണ് ഇറക്കിയെന്ന് വിചാരിച്ചോളി. അത്രയേ ഉള്ളൂ. തീരാവുന്ന പ്രശ്നമുള്ളൂ.